പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഒരിക്കലും ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാനുള്ളതല്ല. കുട്ടികൾക്കുണ്ടാകുന്ന ലൂസ് മോഷൻ എന്തായിരിക്കും ഇതിന് കാരണം? ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യത്യാസം, ചൂട് കൂടുതലാണ്, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലെ ലൂസ് മോഷൻ ഉണ്ടാകും. അപ്പോൾ പേരൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലൂസ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് കഴിവതും വയറ്റിന് പോകുന്നതനുസരിച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ WHO അംഗീകരിച്ച ORS സൊല്യൂഷൻ, ഭക്ഷണമായിട്ട് പ്ലെയിൻ റൈസ് അല്ലെങ്കിൽ ബനാന, ആപ്പിൾ, പിന്നെ അതുപോലെ തന്നെ തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആണല്ലോ, അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങി കൊടുക്കുന്ന ORSL അല്ലെങ്കിൽ ERZL, ഗ്ലൂക്കോസ് പൗഡർ എന്നീ പേരിൽ വരുന്ന സൊല്യൂഷൻസ് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഒരിക്കലും ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാനുള്ളതല്ല. കുട്ടികളുടെ ഷുഗർ പെട്ടെന്ന് ഹൈക്ക് ചെയ്യാൻ മാത്രമേ സാധ്യതയുള്ളൂ, അത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യും. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പാക്ഡ് ബോട്ടിൽ ജ്യൂസസ്, ഉളുപ്പുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ചായ, കാപ്പി, ലൂസ് മോഷൻ ഉള്ള സമയത്ത് കഴിവതും ഒഴിവാക്കുക. കുട്ടികൾ കൂടുതലും പ്രസന്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്ഷീണം പ്രസന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൂത്രത്തിന്റെ ഔട്ട്പുട്ട് കുറയുക, കണ്ണ് കുഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നാവ് വരണ്ട് പോവുക. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആന്റീരിയർ ഫോണ്ടനേൽ എന്ന് പറയും, അവിടെ കുഴിഞ്ഞ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. കൈകാലുകൾ എപ്പോഴും തണുത്തിരിക്കാനും സാധ്യത. ഇങ്ങനെയുള്ള ഹോം റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറിന്റെ ഗൈഡൻസ് തേടേണ്ടതാണ്.